Evening, everyone. It is a great joy to welcome each and every one of you today to our 7th Shunoyo prayer. We are very grateful to God for bringing us together. To begin our program, I'd like to invite Ebiachan to lead us in the opening prayer. പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ. ആമേൻ. എന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഒരുങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുവാൻ വാഴ്ത്തപ്പെട്ടവനാകുന്ന ഒരുങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സ്രഷ്ടാവേ, നിനക്ക് സ്തുതി. പാപികളായ നടിയാരോട് കരുണ ചെയ്യുന്ന മിശിഹാ രാജാവേ, നിനക്ക് സ്തുതി. ബാറക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പോൾ നീ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, വിനയോ ദുഷ്ടം ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നീക്ക് നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാകുന്നു. നിന്റെ ഗർഭഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ളതിനെ ഓർത്ത് മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. Thank you, Achan. We will now listen to the word of God. I would like to invite Smita Koshi to read today's Bible passage. Today's reading is from Hosea chapter 14, verses 1 through 9. ബാരക് മോർ. ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് മടങ്ങി ചെല്ലുക. നിന്റെ അകൃത്യം നിമിത്തമല്ലോ നീ വീണിരിക്കുന്നത്. നിങ്ങൾ അനുതാപ വാക്യങ്ങളോടുകൂടെ യഹോവയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവനോട് സകല അകൃത്യത്തെയും ക്ഷമിച്ച് ഞങ്ങളെ കൃപയോടെ കൈക്കൊള്ളണമേ. എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ അധരാപരമായ കാളുകളെ അർപ്പിക്കും. അശ്ശൂർ ഞങ്ങളെ രക്ഷിക്കയില്ല. ഞങ്ങൾ കുതിരപ്പുറത്ത് കയറി ഓടുകയോ ഇനി ഞങ്ങളുടെ കൈവേലയോട് ഞങ്ങളുടെ ദൈവമേ എന്ന് പറയുകയോ ചെയ്യുകയില്ല. അനാഥന് തിരുസന്നിധിയിൽ കരുണ ലഭിക്കുന്നുവല്ലോ എന്ന് പറവീൻ. ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും. എൻ്റെ കോപം അവനെ വിട്ടുമാറിയിരിക്കിയാൽ ഞാൻ അവരെ ഔദാര്യമായി സ്നേഹിക്കും. ഞാൻ ഇസ്രായേലിന് മഞ്ഞ് പോലെ ഇരിക്കും. അവൻ താമര പോലെ പൂത്ത് ലെബനോൻ വനം പോലെ വേരൂന്നും. അവൻ്റെ കൊമ്പുകൾ പടരും. അവൻ്റെ ഭംഗി ഒലിവ് വൃക്ഷത്തിൻ ഭംഗി പോലെയും അവൻ്റെ വാസന ലെബനോന്റെ പോലെയും ഇരിക്കും. അവൻ്റെ നിഴലിൽ പാർക്കുന്നവർ വീണ്ടും ധാന്യം വിളയിക്കുകയും മുന്തിരിവള്ളി പോലെ തളിർക്കുകയും ചെയ്യും. അതിൻ്റെ കീർത്തി ലെബനോനിലെ വീഞ്ഞിൻ്റേത് പോലെ ഇരിക്കും. എഫ്രൈമേ, ഇനി എനിക്കും വിഗ്രഹങ്ങൾക്കും തമ്മിലെന്ത്? ഞാൻ അവന് ഉത്തരമരുളി അവനെ കടാക്ഷിക്കും. ഞാൻ തഴച്ചിരിക്കുന്ന സരളവൃക്ഷം പോലെ ആകുന്നു. എങ്കിൽ നിനക്ക് ഫലം കണ്ടുകിട്ടും. ഇത് ഗ്രഹിപ്പാൻ തക്ക ജ്ഞാനിയാർ, ഇത് അറിവാൻ തക്ക വിവേകിയാർ. യഹോവയുടെ വഴികൾ ചൊവ്വുള്ളവയല്ലോ. നീതിമാന്മാർ അവയിൽ നടക്കും, അതിക്രമക്കാരോ അവയിൽ ഇടറി വീഴും. ദൈവമേ, സുനക്ക് യോഗ്യമാകുന്നു. ബാറയ്ക്കുമോ. Thank you, Smita Koshi, for that beautiful reading of God's word. We will now continue by lifting our hearts and voices to God through song. I'd like to invite Bincy Thomas to lead us in our song of worship.
അങ്ങേ പോലെൻ ദൈവമേ ആരുള്ളി ലോകേ, അങ്ങിലല്ലാതെ വേറെ ആശ്രയം, അങ്ങിൽ മാത്രം ചാരുന്ന പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്ന് എൻ്റെ സർവസ്വം. അങ്ങേ പോലെൻ ദൈവമേ ആരുള്ളി ലോകേ, അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം, അങ്ങിൽ മാത്രം ചാരുന്ന പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്നു എൻ്റെ സർവസ്വം. ആരാധന അങ്ങിക്കാരാധന, എന്നീശുവേ ആരാധന, അങ്ങേക്കാരാധന, എന്നീശുവേ അങ്ങേക്കാരാധന. എന്നെ മുറ്റുമായി ഞാൻ സമർപ്പിക്കുന്നേ, നിൻ വചനത്താൽ എന്നെ കഴുകേണമേ, നിന്റെ ഹിതം പോലെന്നെ നടത്തേണമേ, ശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. എന്നെ മുറ്റുമായി ഞാൻ സമർപ്പിക്കുന്നേ, നിൻ വചനത്താൽ എന്നെ കഴുകേണമേ, നിന്റെ ഹിതം പോലെന്നെ നടത്തേണമേ, ശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. ആരാധന അങ്ങേക്കാരാധന, എന്നീശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന, എന്നീശുവേ അങ്ങേക്കാരാധന. നിന്റെ വഴികളിൽ ഞാൻ നടക്കുവാനായി, വഴി കാട്ടിയായി എന്നെ നയിക്കണമേ, വിശ്വാസത്തിൽ എന്നെ ഉറപ്പിക്കുവാൻ ക്രിസ്തു എന്ന പാറയിൽ നിർത്തിയിടണേ. നിന്റെ വഴികളിൽ ഞാൻ നടക്കുവാനായി, വഴി കാട്ടിയായി എന്നെ നയിക്കണമേ, വിശ്വാസത്തിൽ എന്നെ ഉറപ്പിക്കുവാൻ ക്രിസ്തു എന്ന പാറയിൽ നിർത്തിയിടണേ. ആരാധന അങ്ങേക്കാരാധന, എന്നീശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന, എന്നീശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന, എന്നീശുവേ അങ്ങേക്കാരാധന. Thank you, Vincy. That was beautiful. Thank you. Now we come to an important part of our program, the reflection for today. Let us take this as an opportunity for us to reflect on our faith and consider how we can live out God's message in our daily lives. It is now my pleasure to introduce our guest speaker for tonight, Amli Daniel. She is a former member of St. Thomas Church, Atlanta. She's always been an active member of MMES. And she is now joining us from Chennai. We are truly blessed to have her with us today, and we look forward to hearing the message and wisdom that God has placed in her heart. Please join me in giving a warm welcome to Amni Daniel.
Mute, Andy. ഇപ്പോഴോ? കേൾക്കാം. Good morning, everybody. Here it is morning, I'm sorry. Respected Achin and my beloved sisters in Christ, it is indeed a great privilege to be among you during this Sunayo feast. And our topic today is Mother Mary. Mother was also known as a Virgin Mary. She was a Jewish woman of the first century of Nazareth. She holds a very revered place in Christianity and also honored in Islam. Angel Gabriel informs Mother that she would conceive and bear a son of God through Holy Spirit. She travels to Bethlehem and gives birth to Jesus in a very humble setting. She witnesses the key moments of Jesus' life and stood by the cross when he was crucified. She was the first and the longest disciple. When we look at the Bible, we see the mother as the fourth most mentioned character after Jesus, Peter, and Paul. She was also consistently pointing people to her son, Jesus. We can learn from her a lot as how a woman should be and will feel in her everyday life. She was the first faithful believer. What is faith? Believing the impossible, believing the unseen, in the doubtful scenarios. When Angel Gabriel gave the message about the birth of Christ, though she doubted a moment, but instantly she submitted to the God Almighty's will. Luke in his gospel compares Zechariah's doubtful mind with the mother's highlighting lowly favored by God. We also know that getting a child before wedding is very serious and requires a lot of patience and inbuilt strength. No doubt, her strength was only by her faith in God Almighty. She knew that Almighty God is the owner of this world, the creator and the master of the universe, and he will never leave us nor forsake us for any kind of reason. She was pious. Mary was an excellent Jew and followed the law meticulously. For instance, she and Joseph took baby Jesus to the temple, which is referred in Luke 2:23-24, according to the law for his circumcision. They offered 2 pigeons signifying their poverty. Luke tells us that they went to the temple every year for Passover. Those times, only males were required to attend the Passover. She was theologically very intelligent. Mary knew her holy scriptures very well. That can be seen from the conversation Mary had with Elizabeth. The song she narrated during the conversation is more in-depth and says about God's character. She recognized God's faithfulness to his covenant with Abraham, Isaac, and Jacob. She focused on the faithfulness of God, bringing about the deliverance which was long promised to Israel. She spoke words of revolution. Many proclaimed that God scatters the proud, brings down rulers, sends rich away empty. He also lifts humble, fills the hungry, helps Israel. She projects great God's plan to uproot proud, show mercy to the humble. In those times,
the arrival of the Messiah heralded social and cultural change. She was Jesus' first and the longest disciple. While Mary accepted Angel Gabriel's announcement, she did not necessarily understood everything immediately. Gospel shows that she had an open learning attitude, pondering the events of Jesus' life. Elizabeth testified to her faith when she greeted her, said, "Blessed is she who has believed that the Lord will fulfill his promises to her." Luke 1:45. In John 2, at the wedding of Cana, she knew who Jesus was and trusted him to do the right. After the wedding, she and his siblings moved to Capernaum. She stood near the cross as he suffered and died. She stuck with him through his ministry, arrest, crucifixion, resurrection, and ascension. She gathered with the disciples after Jesus' ascension, obeying Jesus' direction to wait in Jerusalem. She was a devoted follower. She remained a devoted follower anointed by Spirit for the rest of her life. As a virgin mother of Jesus, Mary contributed to the humanity of God the Son. As both fully God and fully human, Jesus is divine by the Holy Spirit and human by his mother, his only provider of human DNA. He may be a man, but he was born of a woman, a truth that lends dignity and respect to all women of the world. Bible portrays mother as a first disciple, followed Jesus with a great level of thoughtfulness, reflection, obedience, intelligence, and faith. Let us all learn from mother the same level of all the above for the rest of our life. We are the women who are selfless warriors of our family, society, and to our greater circles. Praying for all my sisters that our great God and Mother Mary will bless us all abundantly with joy and peace in every walk of our life. God bless you all. Let us remember, last but not the least, let us remember that we are the warriors for our family, church, and the society. Let us fight for all the wrongs and do the right, no matter what it costs, as much as possible. God bless you all. Let Mother Mary bless us all in this Sunoyo fasting prayer. Thank you for this opportunity. Thanks a ton. God bless you. Thanks for this opportunity given to me. It is very nice to connect with all of you. Bless you all. Thank you, Auntie. Thank you. Thank you for sharing that inspiring and meaningful message about Mother Mary and how her strength and her faith is a lesson to us all. Thank you for that reminder that we are warriors ourselves. Personally speaking, we do tend to doubt ourselves a lot as women. So thank you for that reminder. Have a blessed day. You too. You too. Thank you. Moving on, we will now continue with our intercessory prayers, bringing before God the needs of our church, our communities, our families, and the world. I would like to invite Sini Susan John to lead us in the intercessory prayers. Let us remain prayerful as we bring our intentions before the Lord. നമുക്ക് പ്രാർത്ഥിക്കാം. മർത്തമറിയാം ലോക ഇമ്പങ്ങളെയൊക്കെയും വെടിഞ്ഞ് വിശുദ്ധിയിൽ ജീവിച്ച് സർവ്വ നന്മകളാലും അലങ്കരിക്കപ്പെട്ടതിനാൽ അവൾ ദൈവത്തിന്റെ മാതാവായി തീരുവാൻ തെരഞ്ഞെടുക്കപ്പെട്ടതുപോലെ കർത്താവെ, ഞങ്ങളും ലോക ഇമ്പങ്ങളെ വെടിഞ്ഞ് നോമ്പ്, നമസ്കാരം മുതലായ നന്മകളാൽ അലങ്കരിക്കപ്പെട്ടവരും നിനക്ക് വസിപ്പാൻ തക്ക വിശുദ്ധ ആലയങ്ങളും ആയിരിക്കാൻ യോഗ്യരായി തീരണമേ. പാറിക്കുമോർ.
സ്ത്രീ മൂലം വന്ന നാശത്തെ സ്ത്രീ മൂലം തീർപ്പാൻ വേണ്ടി വേർതിരിക്കപ്പെട്ട നിത്യകന്യകയായ മർത്തമറിയാം അമ്മയുടെ പ്രാർത്ഥനകളാൽ കർത്താവെ, ഞങ്ങളുടെ നോമ്പും നമസ്കാരങ്ങളും ശുശ്രൂഷകളും നീ കൈക്കൊള്ളണമേ. അവളുടെ പ്രാർത്ഥനയാൽ കൊത്തനയിലെ കല്യാണത്തിന് അത്ഭുതകരമായി വീഞ്ഞിന്റെ കുറവിനെ നീ തീർത്തു കൊടുത്തതുപോലെ ഞങ്ങളുടെ നോമ്പിന്റെയും പ്രാർത്ഥനകളുടെയും ശുശ്രൂഷകളുടെയും കുറവുകളെ നീ തീർക്കുകയും ചെയ്യണമേ. ആമേൻ. Thank you, Cindy. We're moving on to our litany prayers. I would like to invite Shani Thomas and Susuma Thomas to lead us into a time of litany. Let us participate prayerfully and wholeheartedly as we come before God. വിശുദ്ധ കന്യയായ മർത്തമറിയം മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കരുണയുടെ വാതിലും സകല നന്മകളുടെയും ഭണ്ഡാരവുമായ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ നാഥയാകുന്ന പരിശുദ്ധയും ശുദ്ധിമതിയുമാകുന്ന മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ ചിന്തകൾ വെടിപ്പാക്കപ്പെടുന്നതിനും കറകൾ മാഞ്ഞു പോകുന്നതിനുമായി പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ ബന്ധനങ്ങൾ അഴിക്കപ്പെടുന്നതിനായി പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞെരുക്കത്തിലും പ്രയാസത്തിലും ഇരിക്കുന്നവർ സമാധാനപ്പെടുന്നതിനായി പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ രോഗികൾ സുഖം പ്രാപിക്കുവാനായി പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവത്തെ പ്രസവിച്ച മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രക്ഷിതാവിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ സന്തോഷകാരണമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആത്മീയ പാത്രമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗത്തിന്റെ വാതിലായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്നേഹത്തിന്റെ പാത്രമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ ഔഷധമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേത സ്ഥലമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിലപിച്ചിരിക്കുന്നവരുടെ ആശ്വാസമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഖേദത്തിലിരിക്കുന്നവരുടെ സന്തോഷമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്രിസ്ത്യാനികളുടെ സഹായമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ വൃദ്ധർ താങ്ങപ്പെടുന്നതിനായും യുവാക്കൾ പരിപാകതയുള്ളവരായി തീരുന്നതിനുമായും പൈതങ്ങൾ കാക്കപ്പെടുന്നതിനായും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കാത്തുകൊള്ളുന്നതിനായും പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭിന്നതയിൽ കഴിയുന്നവർ ഐക്യപ്പെടുന്നതിനായിട്ടും സത്യാനുതാപവും മാനസാന്തരവും സഭയിൽ ഉണ്ടാകുന്നതിനായും പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സത്യവിശ്വാസികളായ വാങ്ങിപ്പോയവർക്ക് കരുണ ലഭിക്കുന്നതിനായി പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മർത്തമറിയം വനിതാ സമാജത്തിലെ എല്ലാ അംഗങ്ങളെയും അവരുടെ കുടുംബങ്ങളെയും ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ യാചനകളും പ്രാർത്ഥനകളും ജാഗരണങ്ങളും ദൈവസന്നിധിയിൽ കൈക്കൊള്ളപ്പെടുന്നതിനായി പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാലാഖമാരുടെയും പിതാക്കന്മാരുടെയും നിബിയന്മാരുടെയും സഹദേവന്മാരുടെയും മധ്യാനന്മാരുടെയും കന്യകമാരുടെയും സകല പരിശുദ്ധന്മാരുടെയും രാജ്ഞിയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. താങ്ക് യു. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവാസവും നമ്മെല്ലാവരുടെ മേലും നമ്മുടെ എല്ലാ ഭവനങ്ങളുടെ മേലും ദൂരെയും ചാരയുമായിരിക്കുന്നവരുടെ മേലും വാങ്ങിപ്പോരുടെ ആത്മാക്കളുടെ മേലും സഭയിന്മേലും നാടിന്മേലും ഇടവകളിന്മേലും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. Thank you, everyone who came here and joined us for our 7th Shunaya prayer. Thank you, Ebiachan, for leading our prayer. Smita Koshi for the Bible reading, the song by Bincy Thomas. Special shout out to her. That was absolutely wonderful. Thank you. The talk by Amani Daniel, and thank you, Auntie. That was absolutely inspiring.
and the litany prayers and intercessory prayers by Shiny Thomas for leading us. Shiny Thomas, Susma Thomas, and Sini Susan John. Thank you, everybody.